സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം 5 പേരെ കൊന്ന പ്രതി അഫാനുമായിട്ട് തെളിവെടുപ്പും മൊഴിയും അങ്ങനെ പല കാര്യങ്ങളായിട്ട് ഇപ്പോഴും നടക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഓരോരോ പുതിയ കഥകളാണ് ഈ അഫാനും അഫാന്റെ ഉമ്മയൊക്കെ ഇറക്കുന്നത്. അഫാന്റെ ഉമ്മ ആദ്യം പറഞ്ഞത് കട്ടിൽ നിന്ന് വീണതാണ്, വീണ്ടും എഴുന്നേറ്റപ്പോൾ തല ഇടിച്ചതാണ്, അങ്ങനെയാണ് തലയിൽ ഇത്രയും വലിയ മുറിവുണ്ടായെന്നാണ്. ഇപ്പം അതിനുശേഷം അഫാന് അഫാന്റെ ഭാഗത്തു നിന്നുള്ള മൊഴികൾ വന്നു എന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കാം അഫാന്റെ ഉമ്മ മൊഴി അങ്ങ് മാറ്റി. ചെറുതായിട്ട് മാറ്റിയപ്പോൾ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് അഫാന്റെ ഉമ്മയെ അഫാൻ വന്നിട്ട് കഴുത്തിൽ ഷാള് കൊണ്ട് പിടിക്കുകയും തലയിൽ ആഞ്ഞിടിക്കുകയൊക്കെ ചെയ്തു. ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യം ചെയ്തതെന്നൊക്കെയാണ് പറഞ്ഞത്. അതിന്റെ തലേ ദിവസം വരെയും അഫാന്റെ ഉമ്മ പറഞ്ഞത്, അതായത് എൻ്റെ മകനൊന്നും എന്നെ ചെയ്തിട്ടില്ല, ഞാൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റ സമയത്ത് വീണതാണ്, അത് തന്നെയാണ് എൻ്റെ ഓർമ്മയും, അങ്ങനെ വീണത് കൊണ്ട് എനിക്കിത് പറ്റിയതാണെന്ന് ഉറച്ചു പറയുകയുണ്ടായി. നമ്മുടെ 24 ന്യൂസിലെ ആളുകൾ പോയി ചോദിക്കുമ്പോഴും അവർ അത് തന്നെയാണ് പറഞ്ഞത്. പിന്നീട് അതിനുശേഷം അഫാൻ മൊഴി മാറ്റുന്നു, അതോടൊപ്പം തന്നെ ഉമ്മയും മൊഴി മാറ്റുന്നു. അതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കൊലപാതകത്തെ പറ്റി നമ്മൾ അറിഞ്ഞതിനേക്കാളും ഞെട്ടലായിരുന്നു അഫാന്റെ ഉമ്മയുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ. അതായത് കട്ടിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ വീണുവെന്ന്. മകനെ സംരക്ഷിക്കാനായിട്ട് പറഞ്ഞതാണോ, ഇനി എന്തോ വലിയ കള്ളത്തരങ്ങൾ ഒളിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു മറയാക്കിയതാണോ മകനെ എന്നുള്ളത് നമ്മൾ ഈ ഒരു സമയത്ത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പം ഈ അഫാനെ പറ്റി ഉമ്മ പറയുന്നതും ഒരു പക്ഷേ ഉമ്മയുടെ ഭാഗത്തുള്ള ഒരു ഫോൾട്ടിനെ വലിയ രീതിയിൽ മറച്ചു വെക്കാനായിട്ട് ഈ മകനെ ഉപയോഗിക്കുകയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. 35 ലക്ഷം രൂപ എന്തിനായിരുന്നു കടമെന്നുള്ള ചോദ്യം ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ ഈ രീതിയിൽ കഥ ഇറക്കുന്നത്. ഭർത്താവ് വിദേശത്ത് പെട്ടുകിടക്കുന്ന സമയത്ത് 35 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് ഇവരിവിടെ ദൂർത്തടിക്കുകയും പിന്നീട് അതിനുശേഷം മകന്റെ കയ്യാൽ തന്നെ മരിക്കാൻ, അല്ലെങ്കിൽ മകന്റെ കയ്യാൽ തന്നെ വീട്ടിലെ എല്ലാവരും മരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടും ഇവർ ചിലപ്പോൾ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പെന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതിന് വേണ്ടിയിട്ടായിരിക്കും ഇവരെ ബാക്കി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ ഇപ്പം ജീവനോടിരിക്കേണ്ടതല്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവർ വീണ്ടും കള്ളത്തരങ്ങൾ പറയുകയാണ്. അതുപോലെ മകനല്ല കൊന്നത്, ഞാൻ അല്ലാണ്ട് കട്ടിൽ നിന്ന് വീണതാണ്, അല്ലെങ്കിൽ വീണ്ടും എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ വീണു എന്ന്. ഇന്നിപ്പോൾ മൊഴി മാറ്റിയ സമയത്തുണ്ടായ കാര്യം, അഫാൻ പറഞ്ഞ കാര്യം, അഫാൻ നേരത്തെ തന്നെ വീഡിയോ കാണുന്നുണ്ടായിരുന്നു എങ്ങനെ മരിക്കാമെന്നുള്ളത്. ആ വീഡിയോ ഉമ്മയും കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് അഫാൻ പറയുന്നത്. ആ വാർത്ത ഞാൻ ആദ്യം പ്ലേ ചെയ്യാം, അതിനുശേഷം നമുക്ക് അതിനെപ്പറ്റി പറയാം. കൂട്ടക്കൊലപാതകത്തിന് മുൻപ് പ്രതി അഫാൻ മരിക്കുന്നത് എങ്ങനെയെന്ന് ഫോണിൽ തെരഞ്ഞിരുന്നതായി അന്വേഷണ സംഘം. കൂട്ടക്കൊലയ്ക്ക് മുൻപ് യൂട്യൂബിൽ മരിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ കണ്ടിരുന്നു. ദൃശ്യങ്ങൾ ഉമ്മ ഷെമിയെയും ഈ ദൃശ്യം കാണിച്ചിരുന്നതായി പ്രതി മൊഴി നൽകിയിരിക്കുകയാണ്. ഉമ്മ ഷെമിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. വി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, അപ്പോൾ ഈ കൊടും ക്രൂരതയ്ക്ക് ശേഷം ആത്മഹത്യ ചെയ്യുക എന്നത് തന്നെയായിരുന്നു അഫാന്റെ ലക്ഷ്യം എന്നാണോ പോലീസ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ആത്മഹത്യ ചെയ്യുന്നത് എങ്ങനെ, ഏതൊക്കെ തരത്തിൽ മരിക്കാം എന്ന ദൃശ്യങ്ങളാണ് അഫാൻ കണ്ടത്. മൊബൈൽ ഫോണിൽ യൂട്യൂബിലാണ് ഇക്കാര്യം സെർച്ച് ചെയ്തത്. ഇക്കാര്യം പരിശോധനയിലും പിന്നീട് ഇപ്പോൾ മൊഴിയായും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് അമ്മ ഷെമി പോലീസിന് മൊഴി നൽകിയത്. നേരത്തെ തന്നെ അഫാനും ഇക്കാര്യം ചോദ്യം ചെയ്യലിൽ സൂചിപ്പിച്ചിരുന്നു. ഷെമി നേരത്തെയുള്ള മൊഴി മാറ്റിയിട്ടുണ്ട്. കട്ടിൽ നിന്ന് വീണ് തനിക്ക് പരിക്കേറ്റുവെന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ വെഞ്ഞാറമൂട് പോലീസിനും പിന്നീട് പാങ്ങോട് പോലീസിനും നൽകിയ മൊഴികളിൽ കൃത്യമായി പറയുന്നത് മകൻ ഷോൾ കൊണ്ട് കഴുത്ത് മുറുക്കി, പിന്നീട് തനിക്കൊന്നും ഓർമ്മയില്ല എന്നതാണ്, ബോധരഹിതയായി എന്നതാണ്. തലയിൽ പരിക്കേറ്റത് ഈ ചുമരിൽ ഇടിച്ചാണ്. ഒരുപക്ഷെ ഈ ബോധം നഷ്ടമായ ശേഷം ആ തരത്തിൽ ചുമരിൽ ഇടിച്ച് പരിക്കേൽപ്പിച്ചതാകാം എന്ന ഒരു കരുതലാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഇടിക്കുമ്പോൾ തന്നെ ബോധം നഷ്ടപ്പെടുകയും അക്കാര്യങ്ങൾ ഇപ്പോൾ ഓർക്കാതെ പോകുന്നതുമാകാമെന്ന ഒരു കാര്യമാണ്. ഏതായിരുന്നാലും മകൻ തന്റെ കഴുത്തിൽ ഷോൾ കൊണ്ട് വരിഞ്ഞു മുറുക്കിയെന്ന കാര്യം പറയുന്നുണ്ട് ഷെമി. ഇനി വീണ്ടും വിശദമായി ആ മൊഴി രേഖപ്പെടുത്തും. മാത്രമല്ല ഉമ്മ എന്നോട് പൊറുക്കണം എന്ന കാര്യം പറയുകയും അങ്ങനെ ക്ഷമിക്കണമെന്ന് പറയുകയും അതിന് മകനോട് ക്ഷമിക്കുന്നു എന്ന കാര്യം പറയുകയും താൻ തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് കഴുത്തിൽ ഷോൾ കൊണ്ട് മുറുക്കിയതെന്നും ഷെമി കഴിഞ്ഞ ദിവസം പോലീസിന് മൊഴി നൽകി. അതിനുശേഷമാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കൂടി അഫാൻ ഇങ്ങനെ മൊബൈൽ ഫോണിൽ തിരഞ്ഞിരുന്നു എന്ന കാര്യം കൂടി വ്യക്തമാകുന്നത്. അത് ഈ കൂട്ടക്കൊലയ്ക്ക് ശേഷം ആത്മഹത്യ ചെയ്യാൻ പ്രതി ആലോചിച്ചിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ഈ എലിവിഷത്തിന്റെ അളവ്, അതിന്റെ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടുണ്ട്. വലിയ തോതിൽ എലിവിഷം ഉള്ളിൽ പോയിട്ടില്ല. ശീതളപാനീയത്തിലാണ് ഇത് എലിവിഷം കഴിച്ചത്. അതിനുശേഷം മദ്യപിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആത്മഹത്യയുടെ ദൃശ്യങ്ങളൊക്കെ കണ്ടെങ്കിലും ആത്മഹത്യ ചെയ്യണമെന്ന് പൂർണ്ണമായി തീരുമാനിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ആലോചിച്ചുറപ്പിക്കുകയോ ചെയ്തിരുന്നോ എന്നതിൽ സംശയമുണ്ട്. ചെറിയ അളവിൽ മാത്രമാണ് എലിവിഷം കഴിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത്. ആര്യ, തീർച്ചയായും വി വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഈ കൂട്ടക്കൊലപാതകത്തിന് ശേഷം ആത്മഹത്യ ചെയ്യാം എന്നുള്ള ഒരു ആലോചന അഫാനിന് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില തെരച്ചിലുകളൊക്കെ ഫോണിൽ നടത്തിയിരുന്നു എന്നുള്ളതിന്റെ നിർണായക വിവരങ്ങൾ കൂടി പോലീസിന് ലഭ്യമായിരിക്കുകയാണ്. ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? പറഞ്ഞു ഓർമ്മ ഉണ്ട്, അല്ലാതെ എനിക്കറിയില്ല. അവര് പറഞ്ഞ ഓർമ്മ ഉണ്ട്. അപ്പൊ ഈ ഉമ്മയ്ക്ക് എല്ലാം ഓർമ്മയൊക്കെ വരുമ്പം പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും പറയുക. കാര്യം ഞങ്ങൾ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഉമ്മ. സാറേ, എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ, എന്റെ കൊച്ചിനെ ഇറക്കി തരണം. എങ്ങനെയെങ്കിൽ എന്റെ മൂത്തോ ഇളയോ മരിച്ചു, എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം. എങ്ങനെയെങ്കിലും എനിക്ക് അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കുറിച്ച് ഞാൻ മനുഷ്യന് പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. നമുക്ക് നോക്കാം. ഉമ്മ സമാധാനമായിട്ട് കിടക്കുക കേട്ടോ. ഓക്കെ.
കൊലപാതകം നടന്നിട്ട് ഇന്നേക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1 മാസത്തോളം ആവാൻ പോവുകയാണ്. ഇപ്പോഴാണ് നമ്മുടെ പോലീസുകാർ അവരുടെ ഫോൺ എടുത്തൊന്ന് ചെക്ക് ചെയ്യുന്നത്. ഇത്ര നാൾ ഉറങ്ങുമായിരുന്നു. ഇത്രയും വലിയൊരു കൊലപാതകം നടന്നപ്പോഴും സ്വന്തം മകനെ കൊണ്ടുപോകുന്ന പോലാണ് പോലീസുകാർ ഇവരെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് പതിയെ അവൻ പറയുന്ന കഥകൾ കേൾക്കും, ആ കഥ പോയി മീഡിയ എടുത്ത് പറയും, ആ കഥ വീണ്ടും ഇങ്ങനെ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അടുത്ത ദിവസം ഷെമി എന്തെങ്കിലും ഒരു കഥ പറയും. ഈ 2 എണ്ണത്തിനെയും വേണ്ട രീതിയിൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം എന്താണെന്നുള്ളത് പുറത്തു വരും, സത്യം എന്താണെന്നുള്ളത് പുറത്തു വരും. പക്ഷേ അത് ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടുത്തെ പോലീസോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന അധികാരികൾ ആരും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതങ്ങനെ ചെയ്യാതിരിക്കും തോറും ഈ കഥകൾ ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ കഥകൾ വരും. മിക്കവാറും ഒരു സിനിമയ്ക്കുള്ളൊരു സ്കോപ്പ് ഉണ്ട് അമ്മയും മകനെയും വെച്ചിട്ട്. അപ്പം അമ്മയുടെ ഭാഗത്തുള്ള വലിയൊരു വീഴ്ച തന്നെയാണ് ഇതിനകത്തിലൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഹസ്ബൻഡ് പുറത്ത് കിടക്കുന്നു, അല്ലെങ്കിൽ അഫാൻ്റെ അച്ഛൻ പുറത്ത് പെട്ട് കിടക്കുന്നു. ആ സമയത്ത് 35 ലക്ഷം പലരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ട് ഇവിടെ ദൂർത്തടിച്ച് ജീവിക്കുക. അവസാനം മകൻ്റെ കൈ കൊണ്ട് തന്നെ മരണവും വരുന്നൊരു അവസ്ഥ എത്തി. എന്തോ ദൈവാധീനത്തിന് മരിച്ചില്ല, അതുകൊണ്ട് സത്യങ്ങൾ പുറത്ത് പറയാനായിട്ട് ഒരാളായി. പക്ഷേ അപ്പോഴും ഉമ്മ കിടന്ന് തത്തി കളിക്കുകയാണ് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട്. അപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു ന്യൂസിൻ്റെ എന്താണെന്നുള്ളത് നമുക്കറിയാം. ഇനി അടുത്ത കഥ എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ കാത്തിരിക്കുക, അല്ല നമ്മുടെ പോലീസുകാർ കാത്തിരിക്കുകയാണ്. വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യാതെ ഈ കാര്യങ്ങളൊന്നും പുറത്തു വരത്തില്ല. മകനെ പോലെ അല്ലെങ്കിൽ അമ്മയെ പോലെയൊക്കെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവർ പുതിയ പുതിയ കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കും, അതിൻ്റെ പുറകെ പോലീസ് ഓടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഫോണിൽ നോക്കിയപ്പോൾ അവന് ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു എന്നുള്ളൊരു തെളിവ് കിട്ടി. പക്ഷേ അതിന് മതിയായ അളവിലുള്ള വിഷമൊന്നും അവൻ്റെ ഉള്ളിൽ ചെന്നിട്ടില്ല. അവൻ അതിനെപ്പറ്റി കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ഈ വിഷവും കഴിച്ച് മദ്യപിച്ചതിന് ശേഷം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചാടി കയറി ചെന്നിട്ട് 5 പേരെ ഞാൻ കൊലപ്പെടുത്തി സാറുമാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ പോകുന്നത്. അതിനുശേഷം അവൻ്റെ ഓരോ ദിവസം കഴിയുന്നതോറും ഓരോരോ കഥകൾ, എല്ലാ ദിവസവും നമ്മൾ ഓരോ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത കഥ എന്താണെന്നുള്ള ഒരു ആകാംക്ഷയിലാണ് കേരളത്തിലെ ജനങ്ങൾ. എന്തായാലും സത്യം എന്താണെന്ന് പുറത്തു വരുമെന്നുള്ളത് ഉമ്മയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഉമ്മ എന്തൊക്കെയോ വലിയൊരു കാര്യങ്ങൾ മറച്ചു വെക്കുന്നതിൻ്റെ ഫലമായിട്ട് മകനെ പറ്റി പല ഇതും പറയുന്നുണ്ട്. ഇനിയിപ്പം വേണമെങ്കിൽ മകൻ ഇങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം, അമ്മ ഇങ്ങനെ പറയാം. ആ അമ്മയുടെ ഭാഗത്ത് എന്തൊക്കെയോ വലിയ തെറ്റുകൾ വന്നിട്ടുണ്ട്. ആ വലിയ തെറ്റുകൾ എന്താണെന്ന് ആദ്യം പറഞ്ഞെങ്കിൽ മാത്രമേ എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അഫാൻ ഇങ്ങനെ പ്രതികരിച്ചു എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. കഥകൾ പല രീതിയിലുണ്ടാവും, നമ്മൾ അറിയാതെ പറയുന്നത് ശരിയല്ല. എന്നിരുന്നാൽ പോലും എന്തൊക്കെയോ ഇതിൽ വലിയ നിഗൂഢതകൾ ഇപ്പോഴും ഒളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും സത്യം മറന്നേക്ക് പുറത്ത് വരട്ടെ. പല നാൾക്കുള്ള ഒരു നാൾ പിടിയിലെന്ന് പറയുന്ന പോലെ എന്തായാലും ഇതും പുറത്ത് വരും. അപ്പോൾ അത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവം എന്നുള്ളത്. എന്തായാലും പോകാനുള്ളത് ആ ഫർസാനയുടെ കുടുംബത്തിനും പോയി, അതേപോലെ തന്നെ ഈ പറയുന്ന റഹീമിൻ്റെ കുടുംബത്തിനും പോയി. റഹീമിൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ റഹീമിനുണ്ടായിരുന്ന കമ്മിറ്റ്മെൻറ്റ് ആ കുടുംബത്തിനുണ്ടായിരുന്നില്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. ആ പാവം പിടിച്ചവൻ ഇപ്പോഴും വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കൂടെ നിൽക്കാനായിട്ട് ആരുമില്ല. ഭാര്യ പോലും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചതി കാണിച്ച സമയത്തും അദ്ദേഹം അത് ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരുന്നൊരു വല്ലാത്തൊരു ഭയാനകം അല്ലെങ്കിൽ വിഷമകരമായ ഒരു അവസ്ഥ. പിന്നെ ഫർസാനയുടെ കുടുംബം, അതിനെപ്പറ്റി ഉമ്മയ്ക്കും മകനും ഒന്നും പറയാനില്ല. അവർ ആ കൊച്ചെങ്ങനെ വന്നു, കൊച്ച് മരിച്ചു പോയി എന്നുള്ളൊരു അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആ എങ്ങനെ മരിച്ചു, മകൻ്റെ കയ്യിൽ ആ കുഞ്ഞ് മരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആ കൊച്ച് മരിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി പറയാനായിട്ട് ഉമ്മയ്ക്കോ മകനോ ഒരു വാക്കുമില്ല എന്നുള്ളത് വേറെ സത്യമാണ്. പോലീസുകാർ എന്തുകൊണ്ട് ഈ രീതിയിൽ ഈ കേസ് അന്വേഷിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു സമയത്ത്. അപ്പം എന്തായാലും നീതിന്യായ വ്യവസ്ഥ അനുശാസിക്കുന്ന ഒരു ശിക്ഷാവിധി അവർ കിട്ടട്ടെ. എന്തായാലും തൂക്കുകയറിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ തൂക്കുകയറിന് കുറഞ്ഞൊരു വിധി അവനുണ്ടാവാൻ പാടില്ല എന്ന് ഈ ഒരു സമയത്ത് ഞാൻ പറയുകയാണ്.